അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്മാഉല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഇലാഹ് എന്ന നാമത്തെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ എന്നതാണ് അൽ ഇലാഹ് എന്ന നാമം ഉദ്ദേശിക്കുന്നത്. ലോകത്ത് അള്ളാഹുവിന് പുറമെ മറ്റു പലരും ആരാധിക്കപ്പെടുന്നുണ്ടല്ലോ. പക്ഷേ യഥാർത്ഥ ആരാധനക്കർഹനായവൻ അള്ളാഹു മാത്രമാണ് എന്നതാണ് അൽ ഇലാഹ് എന്ന നാമം അർത്ഥമാക്കുന്നത്. അള്ളാഹു എന്ന വാക്കിൻ്റെ അടിസ്ഥാനം ഇലാഹ് എന്നാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. ആരാധിക്കപ്പെടുന്നവനും ആരാധിക്കുന്നവനെ സൃഷ്ടിച്ചവനും അവൻ ഉപജീവനം കനിയുന്നവനും നിയന്ത്രിക്കുന്നവനും അതിനെല്ലാം കഴിവുള്ളവനുമാകുമ്പോൾ മാത്രമാണ് അവൻ ഇലാഹ് അഥവാ ആരാധനക്കർഹനായിത്തീരുന്നത്. വല്ലവനും അപ്രകാരം അല്ല എങ്കിൽ അവൻ ഒരിക്കലും തന്നെ ആരാധനക്കർഹനാവുകയുമില്ല. ഈ പരമാർത്ഥത്തിലേക്ക് മനുഷ്യ ചിന്തയെ തട്ടിയുണർത്തുന്ന അനേകം വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്രകാരം സൂറത്ത് നംലിലെ ഏതാനും വചനങ്ങളിലൂടെ മനുഷ്യബുദ്ധിയോട് അള്ളാഹു സംവദിക്കുന്നത് നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്കും സംവിധാനങ്ങളിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ആവർത്തിച്ച് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അ ഇലാഹുമ്മ അള്ളാഹ്, അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ഇലാഹുമുണ്ടോ? അഥവാ വസ്തുതകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ അവരാരെങ്കിലും ആരാധനക്കർഹരാകുമോ എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രസക്തമായ ചോദ്യം. സൃഷ്ടാവും പരമശക്തിയുമായ അള്ളാഹുവിൻ്റെ മുൻപിൽ മാത്രം സമർപ്പിക്കേണ്ട അർത്ഥനകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് മുൻപിൽ സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ അൽ ഇലാഹ് എന്ന നാമത്തെ കളങ്കപ്പെടുത്തുന്ന നിസാരനും പരാജിതനുമായ അനേകം മനുഷ്യരെ നമുക്ക് ചുറ്റിലും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് മുൻപിൽ ഗുണം പ്രതീക്ഷിച്ച് അർത്ഥനകൾ നടത്തവേ ഗുരുതരമായ ശിർക്കിലേക്കും കരകയറാനാവാത്ത നഷ്ടത്തിലേക്കും അവർ ആപതിച്ച് പോകുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ ആരാധനകൾ അവന് മാത്രമാക്കി സൽപ്രവർത്തികൾ അനുഷ്ഠിച്ച് മരണാനന്തരം അവനെ കണ്ടുമുട്ടാനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹ് മാത്രമാണ്. അതിനാൽ വല്ലവനും തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തൻ്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. മത്സ്യത്തിൻ്റെ വയറ്റിലായിരിക്കെ യൂനുസ് നബി അലൈഹിസ്സലാം ഈ മഹത്തായ നാമം കൊണ്ടാണ് അള്ളാഹുവോട് തേടിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രസ്തുത ആയിരിക്കുന്ന ഏതൊരു മുസ്ലിമിനും അള്ളാഹു ഉത്തരം നൽകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്. ലാ ഇലാഹ ഇല്ലാ അന്ത് സുബ്ഹാനക് ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യഥാർത്ഥ ആരാധ്യനായി നീയല്ലാതെ മറ്റാരുമില്ല, നീ എത്ര പരിശുദ്ധൻ, അഥവാ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽപ്പെട്ടവനുമാകുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ ഇലാഹ് എന്ന നാമം കൊണ്ട് തേടി പ്രാർത്ഥനയ്ക്കുത്തരം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.